സാറേ നമ്മളിപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും അമേരിക്കയ്ക്ക് റഷ്യയെ പൊളിക്കാൻ താല്പര്യമില്ല. ഡെഫിനറ്റ്ലി ഇല്ല. ഈ ട്രംപിന് താല്പര്യമില്ല. അമേരിക്ക ഉണ്ടാവാം, ട്രംപിന് താല്പര്യമില്ല. അല്ല, അമേരിക്കയ്ക്ക് താല്പര്യമില്ല. കാരണം റഷ്യ പൊളിച്ചു കഴിഞ്ഞാൽ ചൈന രണ്ടാമത് വരുവാണ്, ഉണ്ടാവും, പവർ ഇക്വേഷൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പം അതുമായിട്ട് ഈ അർമേനിയ, അസർബൈജാൻ ഈ രാജ്യങ്ങളോടൊക്കെ ഞാൻ അറിഞ്ഞിടത്തോളം, ഞാനൊരു ഇൻ്റർനാഷണൽ വീക്കിലെ ജിയോ പൊളിറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായത്, അവരോടൊക്കെ പറഞ്ഞു റഷ്യയുടെ കൂടെ നിൽക്കുക, എന്ത് പ്രശ്നമാണെങ്കിലും ചെയ്തു തരാം, ചൈനയിലോട്ട് പോകരുത്. കാരണം ചൈന ഇപ്പൊ പറയുന്ന ഇത് നേരത്തെ മാറ്റി വെച്ച് ഇത് ഈ ഒരു കരാറ് ഒത്തുതീർപ്പായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സെലൻസ്കി ജയിലിൽ പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെലൻസ്കിയുടെ രണ്ടാമനായിട്ടുള്ള കക്ഷി പുള്ളിയായിരുന്നു ഇവിടെ ഒരു അഡ്വൈസറും ബുദ്ധിജീവി എന്നുള്ള കക്ഷി. പുള്ളി രാജിവെച്ചു. $100 മില്യൺ അഴിമതിയുമായിട്ട് ബന്ധം. അതെ, ഞാൻ കണ്ടു. അപ്പൊ ഈ കിട്ടുന്ന പണത്തിനകത്ത് മുഴുവൻ വലിയൊരു അഴിമതിയുണ്ട്. അപ്പൊ ആ അഴിമതിയൊക്കെ ആയിട്ട് ജയിലിൽ പോകാനുള്ള സാധ്യത ഇല്ലാതില്ല. അപ്പൊ അതൊക്കെ തന്നെ സംഭവിക്കും. അപ്പം ഒരു നല്ല അന്ത്യം ഏതായാലും സെലൻസ്കിക്കില്ല. പക്ഷെ ഇതിനകത്ത് വിജയി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും റഷ്യ തന്നെയാവും. റഷ്യ കാരണം എൻ്റെ ഒരു കാഴ്ചപ്പാട്, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയാം. വെസ്റ്റേൺ വേൾഡിന്റെ ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള നേതാവ് പുടിനാണ്. ഏറ്റവും കമ്മിറ്റഡ് ആയിട്ടുള്ള നേതാവ് ട്രംപുമാണ്. ട്രംപ് ഈ വരുന്ന 3 വർഷം കൊണ്ട് ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനു വേണ്ടി മാത്രമാണ് ഈ മുഴുവൻ ശ്രമങ്ങൾ നടത്തുന്നത്. ഈ കരാർ ഒത്തുതീർപ്പ് ഈ ആഴ്ച തന്നെ മിക്കവാറും നടക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ഇനി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ട്രംപ് പറഞ്ഞത് ഞങ്ങൾ പിന്തുണയ്ക്കത്തില്ല. അപ്പം ട്രംപിന്റെ ഭാഗത്തു നിന്ന്, അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു മിലിറ്ററി സപ്പോർട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പുടിൻ ഒരു വോക്ക് ഓവർ ആയിരിക്കും നടന്നു കയറുന്നു. അതെ അതെ. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങൾ സമ്മതിക്കുക. കാരണം അവിടെ യൂറോപ്യൻ രാജ്യങ്ങൾ മാത്രമെന്നല്ല, പോളണ്ട് അവിടെ വലിയൊരു ക്വസ്റ്റ്യനാണ്. അതെ, അതൊക്കെ വേറൊരു ചോദ്യങ്ങളുണ്ടായി. എനിക്ക് ചോദ്യമുണ്ട്. അതേപോലെ റഷ്യക്കെതിരെ മത്സരിക്കാൻ ധൈര്യമുള്ള, അതിനുള്ള ശക്തിയുള്ള യൂറോപ്യൻ രാജ്യം ഏതുണ്ട്? പരസ്പരം അവർ വിശ്വസിക്കുന്നില്ല. യൂറോപ്യൻ യൂണിയനെ പോലും നമ്മൾ പുറത്തുനിന്ന് കാണുന്നതല്ല, ട്രംപിന് തന്നെ വായും സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞ അസോസിയേഷൻ തന്നെ അമേരിക്കക്കെതിരെ ഉണ്ടാക്കിയതാണെന്നും അത് നിലനിൽക്കേണ്ട ആവശ്യമില്ലെന്നുമാണ് ട്രംപിന്റെ കാഴ്ചപ്പാട്. ട്രംപ് ഒന്നുമല്ല. നേരത്തെ അമേരിക്കയുടെ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. കാരണം യൂറോപ്യൻ യൂണിയൻ അമേരിക്കക്കെതിരെയാണ് അവരുടെ. അതെ, അമേരിക്കക്കെതിരെയാണെന്നാണ് പുള്ളിയുടെ കാഴ്ചപ്പാട്. അപ്പൊ ഇതിനകത്ത് അമേരിക്ക ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന യൂറോപ്യൻ യൂണിയൻ ഒരുമിച്ച് റഷ്യക്കെതിരെ പടപൊരുതും ചെയ്യത്തില്ല, ആരും അനങ്ങത്തില്ല.